ഫ്രണ്ടിലേക്ക് അറിയില്ലേ ചേട്ടാ ബ്രോ ആഷിക ഓർഡർ ചെയ്യണ്ടോ റോൾ ക്യാമറ പറയണ റോൾ ക്യാമറ റോളിംഗ് നീ റോൾ ചെയ്ത് ഇവിടെ നീ റോൾ ചെയ്ത് വേണേ ഞാൻ അതിനാശ റോൾ ചെയ്യായിരുന്നു എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ 200 കോടിക്ക് ശേഷമുള്ള ആദ്യത്തെ സിനിമ എന്താണ് ഒരു പ്രതീക്ഷ? വലിയ പ്രതീക്ഷ. പിന്നെ റഹ്മാനിക്കയുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞത് കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇവിടെ ഫസ്റ്റ് പടം സെക്കൻഡ് പടം തൊട്ട് ഞാൻ ചാൻസ് വെച്ച് നടക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴാണ് ആ ലോട്ടറി വീണത്. വളരെ സന്തോഷമുണ്ട്. പിന്നെ അത് ഇങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. സ്പോർട്സ് കോമഡി ജോണറാണ്. ഇത് ചെയ്യാത്തൊരു പരിപാടിയാണ്. നല്ല അധ്വാനമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ഒരു പരിപാടി ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ തന്നെ കൺസിഡർ ചെയ്തതിനധികം നല്ല ക്രൂ ആണ്. കാസ്റ്റും കുറേ യങ്സ്റ്റേഴ്സാണ്. നസ്ലിനുണ്ട്, ഞാനൊക്കെ ഉണ്ട്, സന്ധ്യയുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ബാക്കി 10-50 ദിവസത്തെ പരിപാടിയാണ്. എറണാകുളത്തും ആലപ്പുഴയൊക്കെ ആയിട്ട് ബേസ് ചെയ്ത് നടക്കുന്ന പരിപാടിയാണ്. എന്തായാലും ഇതൊരു പുതിയ പരിപാടിയായിരിക്കും മലയാള സിനിമയിൽ. ഇതുവരെ കാണാത്തൊരു പരിപാടിയാണ് എന്തായാലും. പിന്നെ ഫൈറ്റ് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, നമ്മൾ ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ പരിപാടി. എൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞുമൻ്റെ റിലീസും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വന്നു. ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് നടക്കുന്നുണ്ട്. നമ്മുടെ കോച്ച് വന്നിട്ട് ബോക്സിംഗ് കോച്ച് വന്നിട്ട് ജോഫിൽ എന്ന് പറഞ്ഞ ആളാണ്. നമ്മുടെ പിന്നെ വെയിറ്റ് ട്രെയിനിങ് കോച്ച് എന്ന് പറഞ്ഞാൽ ഷിഫാസ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ള സഹകരണവും അധ്വാനവും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പരിപാടികൾ പോകും.
നന്നായിട്ട് ഒരു റീസെൻ്റായിട്ട് ടോവിനോ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ട് റിയലിസ്റ്റ് കാര്യങ്ങൾ ചെയ്യാനാണ് ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ ഫൈറ്റും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും നല്ല കിട്ടുന്നൊരു പേടി ഇതൊക്കെയാണ്. ശരിക്കും തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഓരോരുത്തർക്ക് ചെറിയ ഇഞ്ചുറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നാഷണൽ മുഴുവൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ഒരു പരിപാടി. ലൈക്ക് അവരുടെ ബോക്സിങ് ആകുമ്പോൾ കുറേ പഞ്ച് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ് എത്രയുള്ളൂ. എക്സൈറ്റ്മെൻറ്റ് കിട്ടിയാലും തിരിച്ചു കൊടുക്കാനുള്ള അത് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ. തീർമാനമായിട്ടും ചെയ്തിരുന്ന ഒരു ഫൈറ്റ് സിനിമ ബോക്സിംഗ് എന്താണ് എക്സ്പെക്ടേഷൻസ് കാര്യങ്ങൾ? അതല്ല, ഞാനും എല്ലാവരെ പോലെ തന്നെ ഞാനത് എങ്ങനെ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്നത്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ തല്ലുമാല പോലെ ഒരു സിനിമയല്ല, അത് വേറെ തന്നെ റഹ്മാൻ്റെ സ്റ്റൈൽ അറിയാലോ, എല്ലാ സിനിമയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് സത്യത്തിൽ എനിക്കും അത്രയ്ക്ക് തന്നെ അറിയാം. ഉണ്ടാവുമല്ലോ റഹ്മാൻ സാറിൻ്റെ കൂടെ ഉള്ള ഒരു ആൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഇപ്പോൾ ഫൈറ്റും കാര്യങ്ങളുണ്ട്, ബോക്സിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആളുടെ ഒരു ഡയറക്ഷനിലുള്ളൊരു ഇത് അത് അല്ല, റഹ്മാൻ ഖാനോട് വർക്ക് ചെയ്യാൻ, റഹ്മാൻ ഖാനോട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞത് എപ്പോഴും എല്ലാ ആക്ടേഴ്സിനും സന്തോഷമുള്ളതാണ്. അതുപോലെ എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. മൂന്നാമത്തെ സിനിമയാണ് ഉണ്ടാ തല്ലുമാല ഇപ്പോൾ. അപ്പോൾ എന്തായാലും എല്ലാ അടിപൊളിയായി വരട്ടെ.